വലിയൊരു കൊമ്പനാണ്. എന്റെ പുന്നാരാണേ. ഇതാണ് പാർട്ടി മനത്. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അജിന് പോകാൻ. കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ കട്ട എമ്മക്കാക്കാടെ കൂട്ടക്കാട് കൂടിയെങ്കിലും കുഞ്ഞുപാത്തുമാടെ കല്യാണം നടക്കും. ഇവിടെ ആനമക്കാരിന്റെ പൊന്നാര മോളുടെ പൊന്നാര മോളാണ്. പിന്നെ എന്റെ ബാപ്പ എന്നാ കെട്ടാൻ വന്നത് അതിന്റെ പുറത്ത് കറിയിട്ടാണ്. ബാപ്പ വരുന്നുണ്ട്. എല്ലാം പോയി എല്ലാം കൊണ്ടുപോയി. നമ്മൾ കേസ് തോറ്റു. നാളെ തന്നെ അവിടുന്ന് ഇറങ്ങണം. പടച്ചോന്റെ മുട്ടുനെല്ലിന്റെ നേർച്ചക്കാരനെ വിധി. ഒരു നേരത്തെ നിസ്കാരം ഞാൻ ഉച്ചക്കില്ല. ഒറ്റ നോമ്പെങ്കിലും വിട്ടിട്ടില്ല. ഉമ്മ പത്തിരൊന്ന് ചുട്ടൂടെ? ബാപ്പ കാത്തു നിൽക്കുന്നത്. എന്തെങ്കിലും പണി ചെയ്യും. പെണ്ണായി പറഞ്ഞ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ആനമക്കാരിന്റെ പൊന്നാര മോളാ. ആന ഉണ്ടായിരുന്നു. വലിയൊരു കൊമ്പനാണ്. നിന്റെ നാമം നടക്കും. ഇല്ലേ കേട്ടോ? ഞാൻ ആനമക്കാരിന്റെ പൊന്നാര മോളാ. എന്റെ പൊന്നുമ്മ ഒന്ന് ചുമ്മാരി. എടീ, ചൂടുവെള്ളം എത്തിയോ? ചൂടുവെള്ളം അനത്തിട്ടുമ്മ. ഉമ്മ ഞാൻ ഒന്ന് അപ്പുറത്തോട്ടെ. അപ്പുറത്ത് വലിയ താമസക്കാർ വന്ന്. അധികം താമസിക്കരുത് കേട്ടാ. സുന്ദരി, നിന്റെ പേരെന്താ? എന്റെ പേര് കുന്നരി എന്നല്ല, ബുദ്ധുസേ. സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? കുഞ്ഞു ആത്തുമ്മ. ഇന്ന് എന്തിനാ ബുദ്ധിസം വിളിച്ചേ? ബുദ്ധുസേ അങ്ങനെയല്ല. എന്നെ എന്തിനു ബുദ്ധുസേ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണം. പെണ്ണിന്റെ പര്യായമാണ് ബുദ്ധുസേ. എന്റെ ഇക്കാക്ക പറഞ്ഞതാ. നിക്കാക്കാന്റെ പേരെന്നാ? ഇസാർ അഹമ്മദ്. പെണ്ണിന്റെ പേരെന്നാ? ആയിഷ. ഇന്ന് ഏത് ജാതിയാ? മുസ്ലിം. ഞങ്ങളുടെ മാതിരിയാ? അല്ല, ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ്. എന്റെ കൈമല് ഇതൊരു പെട്ടിയാണ്, പാട്ടുപെട്ടി. മക്കൾ ചെറുതാവാ? ഖത്തർ, ടർക്കി, ബഹ്റൈൻ, ജർമ്മനി, അമേരിക്ക, ബാംഗ്ലൂർ, മൈസൂർ, ഇംഗ്ലണ്ട് എന്നിങ്ങനെ ലോകത്തിലെ മിക്ക സ്ഥലത്തു നിന്നും കേൾക്കാം. നല്ല ബുദ്ധുസേ, ഞാൻ ആനുണ്ടായിരുന്നോ? ഇല്ല. എന്റെ ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു. വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സാധനങ്ങൾ കൂലിക്ക് കയറ്റി കൊണ്ടുപോകും. ആ വണ്ടി കൊണ്ട് എന്റെ ബാപ്പയെ അദ്ദേഹം MA വരെ പഠിപ്പിച്ചു. ബാപ്പ ഇന്ന് കോളേജ് പ്രൊഫസറാണ്. ഇതോ ഈ ചിത്രത്തിലൊന്ന് നോക്കിയേ. എന്താ എഴുതിയതെന്ന് വായിക്കും. അത് കാരണൂടാ. എഴുത്തും വായനയും പഠിച്ചില്ല. ഞാൻ പോന്നാ, പിന്നെ വരാം. അവര് ഇസ്ലാമികളല്ല. ആനമക്കാരിന്റെ പൊന്നാര മോളാ പറയുന്നത്. അവളുമാരെ തലയിൽ പൂ വെച്ചിന്. പൂ കാത് കുത്തിയിട്ടില്ല. ബാപ്പ ബാപ്പ എന്താ എന്നെ എഴുത്ത് പഠിപ്പിക്കാനേ? എഴുത്ത് പഠിപ്പിച്ചിട്ട് പിന്നെ കാപ്പറാക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്? ഒരു മുസ്ലിം പെണ്ണ് അങ്ങോട്ടൊന്നും ചോദിക്കരുത്. പറയുന്നത് അനുസരിക്ക മാത്രം. ഇതൊന്നും വെച്ചൂടെ?
പഠിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ആ ജാതി ആ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്ക്. ആ ബാ കൊണ്ട് തുടങ്ങുന്ന വാക്ക് പറയൂ. ബൈ. ബുദ്ധുസേ വഴി എന്ന് പറയണം. മറ്റൊന്ന് പറയൂ. ബൈബിന. വഴുതനങ്ങ എന്ന് പറയൂ. ഗൗരവമായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ പറ. എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്ന് നിന്നെ മുറി ഉണങ്ങിയോ? ആ ഉണങ്ങി. ആര്? താച്ചോ, ഇതാരാ വന്നെന്ന് നോക്കി. അഹമ്മദോ? അഹമ്മദല്ല, നിസാർ അഹമ്മദ്. അല്ല, എനിക്കൊരു സംശയമാണ്. മൂർഖം പാമ്പിനെ നന്നാക്കാൻ നോക്കുവോ? അതെന്താ? അമ്മാതിരി വിഷമുള്ള ആളുകളുണ്ട്. കുറുക്കൻ, കൊരങ്ങൻ, ചെന്നായി, ഇതിനൊക്കെ സ്വഭാവ ഗുണം ഉള്ളവർ നമ്മൾ കണ്ട്. അതിനെയൊക്കെ നിമിത്തി മനുഷ്യരുടെ ചൊൽപ്പടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അതിനാ കാട് വെച്ച് പഠിപ്പിച്ചത്? അതൊന്നും കാടല്ല, 2 കൊല്ലം കഴിയട്ടെ. മാമ്പഴം, പേരക്ക, കൈതച്ചക്ക, സപ്പോട്ട എല്ലാം ഞാൻ തരും. ഓ, ഇതാരല്ല, കുട്ടികളും എത്തിയല്ലോ. എന്താ വൈദ്യങ്ങളെ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആനമക്കാരിന്റെ പൊന്നാന മോണ ദുപ്പാപ്പാക്കെ ഒരാന ഉണ്ടാകുന്നു. അത് കുയ്യാനെ. ആനമക്കാരിന്റെ വലിയ കൊമ്പനാണ് കുയ്യാനെ. കുയ്യാന മോളെ ഇപ്പത്തു ദുപ്പാപ്പാടെ വലിയ കൊമ്പനാണ് കുയ്യാനെ അറിഞ്ഞു. കുയ്യാന